കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി എഐസിസിക്ക് ഇത് അനുസരിച്ച് സന്നദ്ധത അറിയിച്ച് കത്തയച്ചതായി ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. UDF അധികാരത്തിലെത്തിയെങ്കിലും സംസ്ഥാനത്ത് പാർട്ടി നിലവിലില്ലാത്ത അവസ്ഥയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളോ ജാതി സമവാക്യങ്ങളോ നോക്കി പ്രസിഡന്റിനെ തീരുമാനിക്കരുതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. മതനയത്തിലും PM ശ്രീ വിഷയത്തിലും UDF കൂടിയാലോചന നടത്തിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂവെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഒരു സർക്കാരിനെ വിലയിരുത്താനായിട്ടില്ല, ഒരു മാസമായതേ ഉള്ളൂ. പക്ഷേ വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. VD സതീശൻ മദ്യനയമാണ് ഏറ്റവും കൂടുതൽ നിയമസഭയിലും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്ങനെയാണ് ഈ മദ്യനയത്തെ അങ്ങ് കാണുന്നത്? അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ക്ലാരിറ്റിയോടുകൂടി നിയമസഭയ്ക്കകത്ത് അദ്ദേഹം ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് ഇപ്പോൾ ആർക്കും ഒരു സംശയമില്ല. കാരണം ആശങ്കാകുലരായിട്ട് പല അഭിപ്രായങ്ങളും പങ്കുവച്ചു. തലശ്ശേരി അതിരൂപത ബിഷപ്പ് പ്ലാമ്പാനി പിതാവ്, അതുപോലെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം നിരവധി ആളുകൾ ആശങ്ക രേഖപ്പെടുത്തി. പിന്നെ അവർ സംസ്ഥാന ഗവൺമെൻറ്റിന് കലവറയില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചു. ഇതിന് പാർട്ടി ചർച്ച ചെയ്യും, മുന്നണി ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ഇത് വേണ്ട എന്നാണ് പാർട്ടിയും മുന്നണിയും തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ വെച്ചത് അവസാനിപ്പിക്കും. കാരണം അതിനകത്ത് പുള്ളിക്ക് യാതൊരു വിധമായ വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല എന്നാണ് അത് ബോധ്യപ്പെടുന്നത്. ഈ LDF സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനം ഉന്നയിച്ചാണ് ഈ PM ശ്രീ വിവാദത്തിൽ. ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അത് ശരിക്കും വേണ്ടുന്നതാണോ? അത് അങ്ങ് അതിൽ പിന്തുണ നൽകുന്നുണ്ട്? ഇപ്പോൾ UDF ഒരു ഉന്നതാധികാര സമിതിയെ വെച്ചിട്ടുണ്ട്. ആ ഉന്നതാധികാര സമിതി ഇതിൻ്റെ സമഗ്ര വശങ്ങളും പരിശോധിച്ച് ശേഷം മാത്രമേ PM ശ്രീയായി മുന്നോട്ട് പോവുകയുള്ളൂ. ആ PM ശ്രീയെക്കുറിച്ച് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമൊക്കെ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ടല്ലാതെ ഒരു തീരുമാനം ഈ ഗവൺമെൻറ് എടുക്കില്ല. അങ്ങക്ക് എന്തുകൊണ്ടൊരു KPCC പ്രസിഡന്റ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ സജീവമായി അങ്ങ് പ്രവർത്തിച്ചതാണ് എല്ലാ ജില്ലകളിലും. അങ്ങനെ ഒരു സ്ഥാനം ഇപ്പോൾ ജോസഫ് വാഴക്കൻ പോലുള്ള ഒരുപാട് ആൾക്കാർ അവകാശവാദം ഉന്നയിച്ച് വരുന്നുണ്ട്. എന്തുകൊണ്ട് ഉന്നതൻ അങ്ങനെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്? ഇപ്പോൾ ഭരണം ആരംഭിച്ചു, UDF അധികാരത്തിൽ വന്നു, നമ്മുടെ ഭരണവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പാർട്ടി നിലവിലില്ല. കാരണം പാർട്ടിയുടെ പ്രസിഡന്റ് വിദ്യുച്ഛക്തി മന്ത്രിയായി, വർക്കിംഗ് പ്രസിഡന്റുമാർ 2 പേര് മന്ത്രിമാരായി. ശ്രീ അനിൽകുമാർ റവന്യൂ വകുപ്പായി, അതുപോലെ വിഷ്ണുനാഥ് ടൂറിസം വകുപ്പായി. സത്യത്തിൽ ഫലത്തിൽ ഇപ്പോൾ KPCC നിലവിലില്ല. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർട്ടി ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടിയന്തരമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു നേതൃത്വം ഉണ്ടാകണം. നേതൃത്വം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കിയിട്ട് ഇനി ഭാരവാഹികളെ നിശ്ചയിക്കാൻ ഉള്ള കാലം കഴിഞ്ഞു. 2, ജാതി സമവാക്യങ്ങൾ നോക്കിയാണ്. ഈ ജാതി സമവാക്യങ്ങൾ നോക്കി KPCC പ്രസിഡന്റിനെ തീരുമാനിച്ച് പാർട്ടി ഒരു വഴിക്കായി. യോഗ്യതയാണ് മാനദണ്ഡം. കേരളത്തിലെ 14 ജില്ലകളിലെ കോൺഗ്രസ്സുകാരെ നേരിട്ടറിയാവുന്ന, കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരെ നേരിട്ടറിയാവുന്ന, അതുപോലെ 1000-ഓളം വരുന്ന മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും നേരിട്ടറിയാവുന്ന ഒരു നേതാവ് KPCC പ്രസിഡന്റ് ആകുന്നില്ലെങ്കിൽ ഒന്ന് ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയണം, അല്ലെങ്കിൽ സംസാരിച്ചത് ബൈജുവിനോടാണ് സംസാരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.